കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് സിയിൽ ചോദിച്ചിട്ടുള്ള 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ, കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ബൈ മിസ്റ്റർ മുഹമ്മദ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2022-23. സാലറി ഫോർ 12 months 5,94,000. Interest on listed securities gross 3,000. Interest on government securities 5,000. Interest paid on loan taken to purchase the government securities 1,000. Then next പറയുന്നത് income from house property computed 19,000. Long term capital gains 70,000. Short term capital loss 10,000. Dividend income from Indian company 4,000. Income from mutual fund 7,000. Then personal agricultural income 20,000. Brought forward agriculture loss 25,000. Paid insurance premium rupees 13,000 on a policy taken after 1/4/2014 rupees 1,20,000. Paid donation to National Children Fund by check 5,000. Contribution to unrecognized provident fund 3,000. Deposited in PPF 30,000. Advance tax paid 1,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കമ്പ്യൂട്ടർ ടാക്സ് പേയബിൾ എന്നാണ് പറഞ്ഞത്. ടാക്സ് ലയബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഹെഡിനെയും എടുത്തെഴുതുന്നു. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടേഷനോ ടോട്ടൽ ഇൻകം എന്ന് നിങ്ങൾ ആദ്യം ഹെഡിങ് കൊടുക്കുക. ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറി നമുക്ക് തന്നത് എത്രയാണ്? 5,94,000 ആണ് സാലറി എന്ന് പറഞ്ഞ് തന്നത്. അപ്പൊ ഇവിടെ കാണുന്ന സമയത്ത് സാലറി ആണ് തന്നത്. അതിൽ നിന്ന് എന്ത് കുറക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. 5,94,000 ആണ്. ഇന്നർ കോളത്തിലേക്ക് എഴുതുക. 5,94,000 ആണ് തന്നത്. ഇതിൽ നിന്ന് ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? സാലറിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ് സാലറിയുടെ കേസിൽ വരുന്നത്. അതായത് 5,44,000 എന്ന് ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയുടെ കേസിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ഹെഡ് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞതാണ്, കമ്പ്യൂട്ടഡ് ആണ്. ഇപ്പൊ 19,000 ആണ് വരുന്നത്. അതിനെ ഔട്ടർ കോളത്തിൽ കൊടുക്കുന്നു. ഇനി അടുത്ത വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ബിസിനസ്സിൽ വരുന്ന ഐറ്റംസ് ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിനില് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നത് എത്രയാണ്? 70,000 ആണ് തന്നത്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് പറഞ്ഞത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 10,000 ആണ്. അപ്പോ ലോങ് ടേമിൽ നിന്നും ഷോർട്ട് ടേമിനെ സെറ്റ് ഓഫ് ചെയ്യും. നേരെ തിരിച്ചു പറ്റൂല. അപ്പൊ ഇവിടെ ഷോർട്ട് ടേമിനെ സെറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 60,000 എന്ന് ഔട്ടർ കോളത്തിൽ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞു. ഇനി നാലാമത്തെ ഹെഡ് എന്താണ്? ഇൻകം ഫ്രം. ഇവിടെ അടുത്ത ഹെഡ് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നാലാമത്തെ ഹെഡ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിസിനസ് ഇല്ല. അപ്പൊ ഇവിടെ അടുത്ത ഹെഡ് നമ്മള് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കൊടുക്കുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റംസ് നോക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി എത്രയാണ് തന്നത്? 3,000 തന്നിട്ടുണ്ട്. അത് ഗ്രോസ് എമൗണ്ട് ആണ് തന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് തന്നത് 5,000 ആണ്. പക്ഷെങ്കിൽ അതിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 1,000. ആ എക്സ്പെൻസിനെ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 4,000 എന്ന് കിട്ടും. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഏത്? ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി. ഇനി ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത് എന്താണ്? ഡിവിഡന്റ് ഫ്രം ഇന്ത്യൻ കമ്പനി വരുന്നുണ്ട്. ഡിവിഡന്റ് പറഞ്ഞത് എത്രയാണ്? 4,000 ആണ് ഡിവിഡന്റ് തന്നത്. ഇനി അതേപോലെ തന്നെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഇൻകം എത്രയാണ്? മ്യൂച്വൽ ഫണ്ട് ഇൻകം തന്നത് 7,000 ആണ്. അതിനെ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുന്നു. അതായത് എത്ര വരും? ഇവിടെ 3,000, 4,000, 7,000, then 11,000, 18,000 എന്ന് ടോട്ടൽ കിട്ടും ഇൻകം ഫ്രം അതർ സോഴ്സ്. അതിനെ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും.
ഇതിനെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ വാല്യൂ കിട്ടും. അതായത് 5,44,000, 19,000, 60,000, 18,000. ഓക്കെ, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 6,41,000 എന്ന് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഡിഡക്ഷൻ ഓരോ സെക്ഷനിലും നോക്കിയിട്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോൺട്രിബ്യൂഷൻ ടു PPF പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് PPF എന്ന് പറയുന്നത്? 80C ആണ്. ഓക്കെ, ഇവിടെ ഡിഡക്ഷൻ 80C കൊടുക്കാം. 80Cയിൽ PPF പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പറഞ്ഞിട്ടുണ്ട്. പ്രീമിയം എമൗണ്ട് തന്നത് 13,000 ആണ്. പക്ഷെ 1,20,000 ആണ് എന്ത്? പോളിസി എമൗണ്ട്. പോളിസി ടേക്കൺ ആഫ്റ്റർ 1/4/2014 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 1,20,000നെ 10% നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12,000. ഈ 12,000 അല്ലെങ്കിൽ 13,000 ഇതിനെന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഇനി ഇവിടെ 80C പ്രകാരം PPF വരുന്നത് എത്രയാണ്? PPF വരുന്നത് 30,000ഉം ഇവിടെ ലീസ്റ്റ് എമൗണ്ട് ആണ് വരുന്നത്. ലീസ്റ്റ് എമൗണ്ട് എത്രയാണ്? 12,000 ആണ് വരിക. ഇതിന്റെ 10% കാണുക, 13,000ഉം കമ്പയർ ചെയ്യുക. അപ്പൊ ഇതിൽ 12,000 ആണ് വരിക. അപ്പൊ 12,000 ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പൊ 30,000ഉം 12,000ഉം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 42,000 എന്ന് കിട്ടും. 80Cയിൽ എത്ര വരും? 42,000 വരും. വേറെ ഡിഡക്ഷൻ ഇവിടെ വരുന്നത് 80G ആണ്. 80Gയിൽ വരുന്നത് എന്താണ്? പെയ്ഡ് ഡൊണേഷൻ ടു ചിൽഡ്രൻസ് ഫണ്ട് ആണ്. ഓക്കെ, നാഷണൽ ചിൽഡ്രൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? ബൈ ചെക്ക് 5,000 ആണ്. ഈ 5,000 എന്ന് പറയുന്നത് എന്താണ്? 100% നോ ലിമിറ്റ് ഡൊണേഷനിൽ വരുന്നതാണ്. നാഷണൽ ചിൽഡ്രൻ ഫണ്ടിലേക്ക് ഡൊണേഷൻ കൊടുക്കുന്നത്. അപ്പൊ 5,000 ഫുൾ ഡിഡക്ഷൻ കിട്ടും. ഇവിടെ 6,41,000ൽ നിന്നും 42,000ഉം 5,000ഉം നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ ഇൻകം 5,94,000 എന്ന് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ടോട്ടൽ ഇൻകം ഈസിക്കൽ എത്ര കിട്ടും? 5,94,000 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടൽ ഇൻകം കണ്ടു. ഇനി ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ഇൻകം കണ്ടു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് കാണുക. അതായത് അഗ്രഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടി 5,94,000 ആണെന്ന് കിട്ടി. ഇതിന്റെ കൂടെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യണം. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന അഗ്രഗേറ്റ് ഇൻകം ആണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കേസിൽ നിങ്ങൾ നോക്കുക, 20,000 ആണ് അഗ്രികൾച്ചറൽ ഇൻകം തന്നത്. 20,000 ആണ് അഗ്രികൾച്ചറൽ ഇൻകം തന്നത്. ബ്രോട്ട് ഫോർവേഡ് അഗ്രികൾച്ചറൽ ഇൻകം എത്രയുണ്ട്? 25,000 ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5,000 എന്താണ്? കേരി ഫോർവേഡ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം ഇവിടെ വരുന്നില്ല. അപ്പൊ അത് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അഗ്രഗേറ്റ് ഇൻകം എന്ത് തന്നെയാകും? 5,94,000 തന്നെയാകും അഗ്രഗേറ്റ് ഇൻകം. ഈ 5,94,000 മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് കാണാം. എത്ര ശതമാനം? 20%. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരുന്നു? 60,000 ആയിരുന്നു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ 60,000ന്റെ 20% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് ടാക്സ് 12,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബാലൻസ് എന്ന് പറയുന്നത് 5,94,000 നിന്നും 60,000 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5,34,000 എന്ന് കിട്ടും. ഈ 5,34,000 ഫസ്റ്റ് 2,50,000 ടാക്സ് എന്താണ്? നില്ലാണ്. ദെൻ നെക്സ്റ്റ് 2,50,000 എത്രയാണ്? 5% ആണ്. എന്ന് പറഞ്ഞാൽ എത്ര വരും? 12,500 വരും. 2,00,000ന്റെ 5% കണ്ടാല്. ഇനി ബാലൻസ് എത്ര വരുന്നുണ്ട്? ബാലൻസ് 34,000 ആണ്. ഈ 34,000 എത്ര ടാക്സ് വരും? 20% ടാക്സ് വരും. അതായത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 6,800 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 12,000ഉം 12,500ഉം 6,800ഉം കാണുന്നു. ഇപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 31,300 എന്ന് നമുക്ക് കിട്ടും. ഈ 31,300ന്റെ കൂടെ നമ്മൾ എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? 1,252 എന്ന് വരും. ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 32,552 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടല് ടാക്സ് വരുന്നത് എത്രയാണ്? ടാക്സ് വരുന്നത് 32,552 ആണ്. ഇതിനാ നിങ്ങളെ ക്വസ്റ്റ്യനിൽ അഡ്വാൻസ് ടാക്സ് വരുന്നുണ്ട് 1,000. ഈ അഡ്വാൻസ് ടാക്സിന് നമ്മൾ മൈനസ് ചെയ്യുന്നു. അഡ്വാൻസ് ടാക്സ് ഓൾറെഡി നമ്മൾ കൊടുത്തത് കൊണ്ട് അതിനെ മൈനസ് ചെയ്യാണ്.
1000 കൊടുത്തു. അപ്പൊ 31,552 എന്ന് നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ലാബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത്, ഇനി കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ടാക്സ് ലാബിലിറ്റി 32,552 ആണ്. അഡ്വാൻസ് ടാക്സ് കൊടുത്തത് കൊണ്ട് ടാക്സ് പേബിൾ 31,552 എന്ന് കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ.